റൊമാൻറ്റിക് ഡോറിനെ തുറന്നു കൊടുക്കാം തുറന്നുവിടാ മോനെ പോലെ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റനിഡാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ചധികം നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. ഏകദേശം 2 മാസം ആയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ലോക്ക്ഡൗണും മഴയും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പുറത്തു പോയി വാങ്ങാൻ പറ്റില്ല ഷോപ്പിൽ നിന്ന്. ചില കണ്ടന്റുകൾ ഉണ്ടായി, പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അതിനോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്, വീഡിയോസ് ഇത്ര നാൾ ഇടാത്തതുകൊണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലും പെറ്റ്സിലേക്ക് നിങ്ങൾ വളർത്തുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ പെറ്റ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പെറ്റിനൊരു പേരിട്ടുണ്ടാവില്ലേ, അതും കൂടി താഴെ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ കമന്റും വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൂടെ നമുക്ക് ഗ്രില്ല് വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, പെറ്റ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് വളർത്താനായിട്ട് പറ്റും. അതായത് ഇതിൽ കൊള്ളാൻ ചെറിയ പെറ്റ്സ് ഒക്കെ നമുക്ക് വളർത്താനായിട്ട് പറ്റും. കിളികൾ, അതുപോലെ തന്നെ പൂച്ച, പിന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ അടിപൊളി, അതായത് വെറൈറ്റി ആണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയും കൂടിയുള്ള ഒരു കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും അത് നേരിട്ട് ഇടുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ 2 ടയർ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഒരേ അളവിലുള്ള ടയറാണ്. അപ്പോൾ ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണം കൂടി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ചാനലെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാനൽ കണ്ടോ, ചാനൽ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു മരക്കഷ്ണോ എന്തെങ്കിലും നീളത്തിലുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒരേ ലെവലിൽ നമുക്ക് അളവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ചാനൽ നമ്മൾ ഏകദേശം ഈ ഒരു അളവിൽ വെച്ചിട്ട്, അതായത് ഈ ഭാഗം കൂടുതൽ, ഈ ഭാഗം കുറച്ച് കട്ടായി പോകണുള്ളൂ. ഇത്രയും വേണോ, ഇത്രയും വേണോ, ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കാം. ഇവിടെ ഒരു ഏകദേശം ഒരു ലെവൽ നോക്കാം. നമ്മൊരു 3 വിരൽ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഗ്യാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കാം നോക്കിയിട്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ഇവിടെ മാർക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. ഈ ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടയറിന് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡാമേജ് അല്ല, തേഞ്ഞ് തീർന്നതാണ്. അപ്പോൾ നമ്മളെ നൂല് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഗ്ലൗസും അതുപോലെ തന്നെ ഗൂഗിളും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകണ കാട്ടുമ്പോൾ ഒരു കാര്യം പറയാം. ഇന്ത്യയിൽ ധാരാളം ക്രിപ്റ്റോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മളെ കോയിൻസ് ട്യൂബർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇപ്പൊ തന്നെ 3 മില്യണിലേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ട്രസ്റ്റ് വർത്ത് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും. കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അധികം പാടൊന്നുമില്ല. 100 രൂപ തൊട്ടിട്ട് നമുക്ക് എന്താ പറയാ, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി കയറി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOS അവൈലബിൾ ആണ് സംഭവം. കോയിൻസ് ട്യൂബർ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ശേഷം KYC കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസി കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലൊക്കെ നമ്മൾ ഇത് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ വാല്യൂ ഉള്ള ബിറ്റ് കോയിൻ നമ്മുടെ വാലറ്റിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും. നിങ്ങൾക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോയിൻസ് ട്യൂബറിന് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ട്രേഡിംഗ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അധികം പറയേണ്ട കാര്യമല്ലല്ലോ, നിങ്ങൾ എന്തായാലും താഴെ കൊടുത്തേണ്ട ലിങ്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ. നല്ല രീതിക്ക് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയേ, ഇതുപോലുള്ള 2 പട്ടിക കഷ്ണം വലുത് എടുത്തിട്ടുണ്ട്. ഏകദേശം 3 അടി മേലുണ്ട്, 4 അടി അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ വീതി കൂടിയത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടയറിൻ്റെ അടിയിൽ വെക്കാനായിട്ടുള്ള 2 പട്ടിക എടുത്തിട്ടുണ്ട്. അതായത് ടയർ കട്ട് ചെയ്ത ടയർ ഇതുപോലെയാണ് നമ്മൾ ഇതുമ്മ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ അത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വീതി കൂടിയ പട്ടിക അവിടെ വെക്കാം. കാരണം കാണിച്ചു തരാം എങ്ങനെ വെക്കണമെന്ന്. ഇതും വെക്കാം. ഓക്കെ,
ഇവിടെ എടുത്ത് വെക്കാം. ഒരളവാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇൻസൈഡ്. ഓക്കെ, അവിടെ ഇരുന്ന് ഫ്രണ്ട്സ്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ആണി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഇഞ്ചിൻ്റെ ആണി എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കി അടിക്കണം. സൂപ്പർ. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫ്രെയിം ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ടയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രെയിമിൽ ഇവിടെ ഉണ്ട് നമ്മൾ ടയർ വെച്ച് സെറ്റ് ചെയ്യാൻ പോകണം. അതായത് ആണി വെച്ച് അടിച്ചെടുക്കണം. ഓരോ ഈ ഒരു ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ച് ആണി അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയേ, ആ സെയിം ആണി തന്നെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് ഫസ്റ്റ് കൊടുക്കാം കേട്ടോ. കേട്ടോ കണ്ടാ, ഇത് നമ്മൾ ഫുള്ള് ആണിയടിച്ച് നല്ല സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാ, യെസ്, ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അതിന് ശേഷം ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇവിടെ ആണി അടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുത്ത് നല്ല സ്ട്രോങ്ങിൽ അവിടെ ആണികൾ ചറവറ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും നല്ലോണം ആണികൾ അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയെങ്കിൽ ഒരു ഫണ്ണായിട്ട് ആർമിയിലൊക്കെ ഇങ്ങനെ ഓരോന്നിനുള്ളിൽ നുഴഞ്ഞു കയറില്ലേ, അതായത് ഓരോ പ്രാക്ടീസ് കാര്യങ്ങൾ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അപ്പുറത്ത് കൂടി വന്ന് ജസ്റ്റ് ട്രൈ അടിക്കാം കേട്ടോ. നോക്കട്ടെ ഇതിൽ ഹോളിൻ്റെ വലിപ്പം എന്തായാലും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതിന് കഴിയുമ്പോൾ നോക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെറ്റ് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രെയിം ഫുൾ അടിച്ചത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒറ്റ കൈകൊണ്ടൊക്കെ പിടിക്കാം കേട്ടോ. നല്ല സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് മുകളിൽ ഗ്രില്ല് അടിച്ചെടുക്കാം. ഓക്കെ, ഇതേ ഈ ഗ്രില്ലാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത്. ഇരുമ്പിൻ്റെ ഉണ്ട്. ഇതിന് തന്നെ പ്ലാസ്റ്റിക്കും കിട്ടും, അതായത് ഫൈബർ. പക്ഷെ നമ്മൾ അടിക്കുന്ന ഇരുമ്പിൻ്റെ ആണ്. ഫൈബർ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുമ്പ് എടുത്തേക്കണേ. ഇതിപ്പോൾ 4 മീറ്ററാണ് എടുത്തേക്കുന്നത്. 4 മീറ്ററിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതിനുള്ള ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ഗ്രില്ല് നിർത്തി കാണിച്ചു തരാം. 4 മീറ്റർ ആവശ്യമില്ല. കണ്ടാ, ഓക്കെ കണ്ടാ, ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം എന്തായാലും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് എന്തോ ഒരളവ് കട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഈ ഒന്നുകൂടി മടക്കിയിട്ട് കണ്ട ഈ ഒരളവിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തും കട്ട് ചെയ്ത്. അപ്പോൾ ഇത് എന്തായാലും ഫ്രെയിമും നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം കേട്ടോ. അതേ ഗ്രേയും വൈറ്റും എടുത്തിട്ടുണ്ട്. വൈറ്റിൽ പെയിന്റ് കുറവാണ്, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാം. അതുപോലെ തന്നെ ടയർമേ 2 മണി ബ്ലാക്ക് അടിച്ച് കുറച്ചും കൂടി ഡാർക്ക് ആക്കി എടുക്കാം. അപ്പോൾ പട്ടിക ഫുള്ള് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി ടയർമേ പെയിന്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രെയിമൊക്കെ നമ്മൾ ഫുള്ള് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ടയർമേ ബ്ലാക്കും അതുപോലെ തന്നെ ഇവിടെ ഗ്രേയും വൈറ്റ് തീർന്നപ്പോൾ ഗ്രേ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രില്ല് എടുത്തിട്ട് നിർത്താം. അപ്പോൾ ഗ്രില്ല് നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ അളവിൽ, അതായത് ടയറിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നൈസായിട്ട് വെക്കാം. എന്നിട്ട് മാർക്കർ വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. അതായത് ടയറിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി നമ്മ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കാണണമെന്ന് അറിയില്ല, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മ ഗ്രില്ല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ അളവിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൊരു ചെറിയൊരു മരക്കൊമ്പ് എടുത്തിട്ട് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് സെന്ററിൽ വെക്കാനായിട്ട്, നമ്മളെ കിളികൾക്കൊക്കെ വന്നിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നൈസായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിലങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടിയിൽ ബാലൻസ് വന്നേക്കണ ഈ ഒരു ഭാഗം കട്ടും ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്രില്ല് എടുത്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ മുകളിൽ കൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, ഗ്രില്ലിൻ്റെ മുകളിൽ കൂടി വെച്ച് കാണിച്ചു തരാം, അതായത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, മരവും എല്ലാം സെറ്റ് ചെയ്യും. കുറച്ചുകൂടി ഒന്ന് പൊക്കിയൊന്ന് കിട്ടും. ഓക്കെ, സൈഡിൽ നിന്ന് പൊക്കാം. അടിയിലത്തെ ഗ്രില്ല് നൈസായിട്ട് വളച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് മുള്ളാണി എടുത്തിട്ട് നൈസായിട്ട് ഓരോ ഭാഗത്ത് കറക്റ്റ് വെച്ചിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ അടിക്കുക, ബെൻഡ് ചെയ്യുക. കണ്ട, ഓക്കെ. ഇങ്ങനെ അടിച്ചടിച്ച് ബെൻഡ് ചെയ്ത് അറ്റം വരെ പോകണം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയ പട്ടി കഷ്ണം വെച്ചിട്ട് 2 ഫ്രെയിം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ ഫ്രെയിമും കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറണം. അതായത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതായത് ഡോറാക്കാനാണ്. അപ്പോൾ ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരേ അളവിൽ ഏകദേശം അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് കൊള്ളുന്ന രീതിയിൽ അളവിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ ഡോറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഡോർ സെറ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഗ്രില്ലും വരെ വലിയ ഫ്രെയിം, ആദ്യത്തെ വലിയ ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവിടെ വെക്കാം. കണ്ടാ കറക്റ്റ് അളവിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇവിടെ ഒരു ആണികൾ കൊടുത്തിട്ട് ഇത് സ്ട്രോങ് ആക്കി ഇവിടെ തന്നെ ബലത്തിൽ നിർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതേ ബാക്ക് സൈഡിലേക്കുള്ള ഗ്രില്ല് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഒരു സീനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അടിച്ച സെക്ഷൻ നമുക്ക് ആണി നൈസായിട്ട് അടിക്കാം, എന്നിട്ട് ബെൻഡ് ചെയ്യാം. അതിന്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മീൻസ് ആണി അടിക്കാൻ പറ്റില്ല. ടയറിന്റെ ഇവിടെ ആണി അടിച്ചാൽ കയറില്ല, കാരണം റബ്ബർ ആയതുകൊണ്ട് അങ്ങോട്ട് കട്ടൊക്കെ കയറൂല, സ്ട്രോങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണിച്ചാൽ നൈലോണിന്റെ നൂലുണ്ട്. വേറെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് സ്ട്രാപ്പ് ഇട്ട് കെട്ടാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗണ്ണ് കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ ഗണ്ണ് സ്റ്റാപ്ലെയറിന്റെ പോലത്തെ ഗണ്ണുണ്ടല്ലോ വലുത്, അത് വെച്ച് സിമ്പിളായിട്ട് അടിക്കാറുണ്ട്. അത് കംപ്ലൈന്റ് ആയിരിക്കണം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് നൈലോണിന്റെ നൂലിട്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് അവിടെ വരെ എത്തിക്കാം. ഓക്കെ, അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ലവ് ബേർഡ്സിന് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ലവ് ബേർഡ്സിന് ഇട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ വെച്ചൊക്കെ ഉമ്മയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. 2 കുടം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ വന്നല്ലേ ഊഞ്ഞാലം ഇരുന്ന് വന്നിട്ട് കണ്ട പെട്ടെന്ന് കൂട് മാറി. പിന്നെ പേടിച്ചിരിക്കുകയാണോന്ന് അറിയില്ല. ഓട് റൊമാൻറ്റിക് വരണ്ടടാ.
ഫ്രണ്ട്സ് അപ്പോൾ നോക്കിയാൽ കൂട് നമ്മൾ ഞാറ്റിയിട്ടുണ്ട് കണ്ട. ഈ കൂട് നമുക്ക് പല ടൈപ്പ് വെക്കാൻ പറ്റും. ഇതുപോലെ ഞാറ്റിയിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ വെക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ 4 കാല് ഇവിടുന്ന് ഒരു കാല്, അതുപോലെ തന്നെ അവിടുന്ന് അങ്ങനെ 4 കാല് വെച്ചിട്ട് നല്ല നീളമുള്ള കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൊണ്ടുപോകണമെങ്കിലും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാറ്റിട്ടേക്കണ പോലെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ സൺസൈഡിന്റെ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ മഴയും കൊള്ളൂല, പൂച്ചയും കയറില്ല, ഒന്നും സീനില്ല, കറക്റ്റ് ആയിട്ട് അവിടെ വെക്കാനും പറ്റും. അപ്പൊ നമ്മളെല്ലാ ബേഡ്സും ഭയങ്കര ഹാപ്പി ആയിട്ട് പാറി പറന്നൊക്കെ നടക്കണ്ട അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ 2 ഫുഡിനും ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും വെച്ച് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഞ്ചസിനാണോ ലവ് ബേഡ്സിനാണോ എന്നുള്ളതും കൂടി കമന്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക്, അതായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്മളെ ബൈക്കിന്റെ ടയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി എന്താ പറയാ അടിപൊളി കൂട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. കിളിക്കൂട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പെറ്റ്സിന് വേണമെങ്കിലും നമ്മളെ ചെറിയ പെറ്റ്സിനെ വളർത്താൻ പറ്റിയ ഒരു കൂട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള താഴെ എന്തായാലും കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലവ് ബേഡ്സിനാണോ ഫിഞ്ചസിനാണോ ഇഷ്ടപ്പെട്ടെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കിട്ടാ. എനിക്ക് ഏകദേശം 2 ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലവ് ബേഡ്സിനെ ഫിഞ്ചസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിഞ്ചസ് ആണ് കുറച്ചധികം ആക്റ്റീവ് ആയിട്ടുള്ളത്. ലവ് ബേഡ്സ് കുറച്ച് മടിയൊക്കെ പിടിച്ച് ലവ് ഒക്കെ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചു അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്താ പറയുക, ഇതിൽ നല്ല വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഓക്സ്റ്റെനിഡീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. അപ്പം ഇനി എന്തായാലും അധികം പറഞ്ഞ സമയങ്ങളല്ല, ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടൊക്കെ എത്ര പെട്ടെന്ന് തരാം. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ ജസീൽ സൈനിങ് ഔട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, കോയിൻസ് യൂട്യൂബർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.